നമസ്കാരം കൂട്ടുകാരെ. ഇതേ ഉച്ചയ്ക്കിടാൻ വെച്ചിരുന്ന വീഡിയോ ആണ്. ഉച്ചയ്ക്കെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര തിരക്കായിപ്പോയി. ഭയങ്കര തിരക്കായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് 12 മണിക്ക് ഒരിടത്ത് പോകണമായിരുന്നു. ഭയങ്കര മഴയുമായിരുന്നു. ഇതെല്ലാം ആക്കി വെച്ചിട്ട് ഞാൻ പോയിട്ട് വന്നപ്പോൾ 3:30 കഴിഞ്ഞ്. പിന്നെ ചായനത്തിൽ പിന്നെ ഉണ്ണിയെ വിളിക്കാൻ പോകും. ഉണ്ണി എൻ്റെ ഇളയ മോനെ സ്കൂളിൽ നിന്ന് വിളിക്കാൻ പോയിട്ട് അന്ന് ലേറ്റായി. ഞാൻ ഉച്ചയ്ക്ക് എന്താ ഉണ്ടാക്കിയെന്നുള്ളതാണ്. കുറച്ച് 3-4 ദിവസത്തിന് മുന്നേ ഇരുന്ന കുറച്ച് ചിക്കനാണ്. അതിൽ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് കൂടെ ചതച്ചിട്ട്, ചതച്ച മുളകുണ്ടല്ലോ നമ്മുടെ വറ്റൽ മുളക് ചതച്ചത്, ഇച്ചിരി മല്ലിപ്പൊടി, മുളക് പൊടി, ഈ മറ്റേ പച്ചമുളകെല്ലാം ചതച്ചതും, പിന്നെ ഗരം മസാല പൊടിച്ചതും, മറ്റേ കുരുമുളകും ഉപ്പും എല്ലാം കൂടെ നമ്മുടെ ചിക്കനകത്ത് നന്നായിട്ട് പുരട്ടി വെക്കും. ഈസി ആയിട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പം അല്ലാത്ത ഒരു ചിക്കൻ പൊരിക്കുന്നതൊക്കെ മറ്റ് രീതിയിലൊക്കെ അല്ലേ, ഓരോ പൗഡേഴ്സൊക്കെ ചേർക്കും. ഇത് നമ്മൾ ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന രീതിയിൽ ഇത് പുരട്ടി വെച്ചിട്ട് നമ്മളൊരു 1 മണിക്കൂറോളം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നാലേ അതിൻ്റെ ഒരു ടേസ്റ്റ് വരത്തുള്ളൂ. അന്നേരം അതിൻ്റെ കൂടെ മോര് കറിയുടെ ഒക്കെ കൂടെ അത് മാത്രം മതി പിന്നെ കഴിക്കാൻ. ഇതിപ്പോൾ പിന്നെ പിള്ളേർക്ക് മാത്രമുള്ളത്. ഞാനും അതുപോലെ 1 മണിക്കൂർ അത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. റെസ്റ്റ് ചെയ്താൽ വെച്ചിട്ട് പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ കറിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി നത്തോലി ഉണ്ടായിരുന്നു. ആ നത്തോലി എന്ന് വെച്ചാൽ ഞങ്ങളുടെ നാട്ടിലിവിടെ ചൂടയെന്നാണ് പറയുന്നത്, ചൂട മീൻ. അത് ഇങ്ങനെ പച്ചയരച്ച് തേങ്ങാക്കറി വെക്കാമെന്ന് വിചാരിച്ചിട്ട് അതിൽ തേങ്ങായും മുളക് പൊടി, ഇച്ചിരി മല്ലിപ്പൊടി, ഒരിച്ചിരി ഉലുവാപ്പൊടി ചേർക്കാറുണ്ട്. പിന്നെ കുരുമുളക് പൊടി ശകലം ചേർക്കാറുണ്ട്. ചുവന്നുള്ളി, ഹൈലൈറ്റ് ചുവന്നുള്ളി തന്നെയാണ്. അതുകൂടെ നന്നായിട്ട് അരച്ച് എന്ന് വെച്ചാൽ കുറച്ച് വെള്ളത്തിൽ നന്നായിട്ട് കലക്കി ഉപ്പൊക്കെ ചേർത്തിട്ട് നല്ലോണം തിളപ്പിക്കും. തിളപ്പിക്കുന്നതിന് മുന്നേ നമ്മൾ മീനിടത്തില്ല. മീനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് മീനായാലും കറി നന്നായിട്ട് തിളച്ചതിന് ശേഷം ഇടുമ്പോഴാണ് അത് ടേസ്റ്റ് വരത്തുള്ളൂ എന്തോ പൊടിയാതിരിക്കുകയുള്ളൂ എന്നൊക്കെ പറയുന്നത് കേൾക്കാം. നമ്മൾ പഴയ രീതിയിൽ അങ്ങനെ ശീലിച്ചുകൊണ്ട് നമ്മൾ അങ്ങനെ തന്നെ ചെയ്യത്തുള്ളൂ. നമ്മൾ ആ അരപ്പ് കലക്കി വെച്ചതിനകത്തോട്ട് പച്ചമുളക്, തക്കാളിയൊക്കെ ചേർക്കും. എന്നിട്ട് കുടംപുളി ഉണ്ടല്ലോ, വടക്കംപുളി എന്നൊക്കെ വടക്കംപുളി, തോട്ടുപുളി എന്ന് പറയും. അത് ഇച്ചിരി ചൂടുവെള്ളത്തിൽ എടുത്ത് വെച്ചിരുന്നത് അതും ഇട്ട് ഭയങ്കര മഴ വെളിയിൽ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതാ നത്തോലി ചൂട അതുമായിട്ട് നല്ല തിളച്ച് വരുമ്പോൾ ഇട്ട് കഴിഞ്ഞിട്ട് തിളച്ച കറിയിലേക്ക് കറിവേപ്പില ഇടും. തിളച്ച കറിയിലേക്ക് കറിവേപ്പില ഇടുമ്പോൾ നല്ലൊരു വാസന ഉണ്ടാകും. കറിക്കും പിന്നെ ഒരു വാസന ഉണ്ടായിരിക്കും. ഭയങ്കര ടേസ്റ്റാണത്. ഞങ്ങളുടെ നാട്ടിലൊക്കെ കൂടുതലും ഇങ്ങനെ പച്ചക്കറി വെക്കുക എന്ന് പറയുന്നത് ഇതാണ്. പച്ചക്കറി, വെജിറ്റബിൾസ് അല്ല അങ്ങനെ പറയാറ്. ഈ മീൻ കറി ഇങ്ങനെ വെക്കുന്നതിനും പച്ചക്കറി വെക്കുക എന്ന് പറയുന്നത്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ പൊരിച്ചത് ഹൈലൈറ്റ്സ്. അപ്പം ചിക്കൻ പൊരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചട്ടി അടപ്പ് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുന്നത്. ഇത് വലിയ ഇതായിട്ടൊന്നുമല്ല. ഇപ്പം ഞാൻ ഇതിൻ്റെ അടപ്പിനകത്തൊരു ഊട്ട ഇട്ടതാണ്. കാരണം വീഡിയോ എടുക്കാൻ അല്ലെങ്കിൽ ഇത് തുറക്കാനൊക്കെ പറ്റത്തില്ലല്ലോ. പിന്നെ അതുകൊണ്ട് ഒരു ഊട്ട ഇട്ടിട്ട് അങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ചതാണ്. എന്നിട്ട് നമ്മുടെ ചിക്കൻ പറക്കി എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് പറക്കി എറിയാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കൈ കാണരുത് എന്ന് വിചാരിച്ചിട്ടാണ് എല്ലാം പറക്കിയിട്ട് ചിക്കൻ നന്നായിട്ട് കരിച്ചു വെച്ചിട്ടുണ്ട്. നന്നായിട്ട് കരിഞ്ഞു പോയിട്ടുണ്ട്. എണ്ണ കുറവായിരുന്നു എന്തോന്ന് അറിയത്തില്ല. പിന്നെ ഞാൻ 12 മണിക്ക് ഒരിടത്ത് പോകണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ കഴിച്ചെന്ന് വെച്ചാൽ ഒന്നാമത്തെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്ലിപ്സിനകത്ത് നമുക്ക് കഴിക്കുന്ന ഒരു വീഡിയോയും കൂടെ ആഡാവണമല്ലോ എന്ന് പറഞ്ഞിട്ട്. പിന്നെ അല്ലെങ്കിൽ വന്ന് കഴിയുമ്പോഴത്തേക്ക് ലേറ്റ് ആവുമല്ലോ. അതുകൊണ്ട് കഴിക്കുന്നത് 2 ചിക്കൻ പൊരിച്ചതൊക്കെ എടുത്ത് വെച്ച്, കൊളസ്ട്രോൾ ഹൈ ലെവലാണ് എങ്കിലും എടുത്ത് വെച്ച് വീഡിയോ എടുക്കണമല്ലോ. പിന്നെ പച്ചയരച്ച തേങ്ങ ഇന്നലെ വെച്ച രസമാണ്. ഇന്നലെ വെച്ചതെന്ന് വെച്ചാൽ രാത്രി നോക്കുമ്പോൾ കറി കുറവ്. പെട്ടെന്ന് ഓട്ട രസം വെക്കുക എന്ന് പറയും, പെട്ടെന്നൊരു രസം. അത്രയേ ഉള്ളായിരുന്നു. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്യുക.